നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ചെയിൻ സർവേ, അതുപോലെ കോമ്പസ് സർവേ എന്നീ സർവേകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്ലെയിൻ ടേബിൾ സർവേയെക്കുറിച്ചാണ്. നമ്മൾ ഫസ്റ്റ് സർവേയിങ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മളതിൽ പറഞ്ഞിരുന്നു, ജനറൽ ക്ലാസിഫിക്കേഷൻസിൽ ഇൻസ്ട്രുമെൻസിനെ ബേസ് ചെയ്ത് സർവേയെ തരംതിരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. അതിൽ മൂന്നാമത്തെ സർവേയാണ് ചെയിൻ കോമ്പസ് കഴിഞ്ഞാൽ മൂന്നാമത്തെ സർവേയാണ് പ്ലെയിൻ ടേബിൾ സർവേ. പ്ലെയിൻ ടേബിൾ സർവേയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. എന്താണ് പ്ലെയിൻ ടേബിൾ സർവേ? ആ പേര് പോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ടാകും ഒരു ടേബിള്. ആ ടേബിൾ വെച്ചിരിക്കുന്നത് ഒരു ട്രൈപോഡിൻ്റെ മുകളിലാണ്. നമ്മൾ ഈ ക്യാമറയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന പോലെ 3 കാലുകളുള്ള ഒരു ട്രൈപോഡ്. ഇത് വുഡിൻ്റെ ആണെന്ന് മാത്രം. ഈ ട്രൈപോഡിൻ്റെ മുകളിൽ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് അക്സസറീസും കാണാം. ഇതൊക്കെയാണ് നമ്മൾ പ്ലെയിൻ ടേബിൾ സർവേക്ക് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസുകളാണ് ആ കാണുന്നത്. അപ്പോൾ ഈ പേര് പോലെ തന്നെ ഒരു ടേബിളിന് മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ സർവേ നടത്തുന്നത്. അതാണ് ഈ ഒരു സർവേയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ സർവേകളൊക്കെ നമ്മളിപ്പോൾ കോമ്പസ് ആയാലും ചെയിൻ ആയാലും നമ്മളതൊക്കെ ചെയ്തത്, നമ്മളത് ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഫീൽഡിൽ വെച്ചിട്ട് നമ്മളതിൻ്റെ എന്താ പറയുക മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നു അല്ലേ. അതിൻ്റെ ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ക്ലാസ്സിൽ പോയിരുന്നിട്ടാണ് അതിൻ്റെ ബാക്കി വർക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പ്ലോട്ടിംഗ് ഉണ്ട്. നമ്മളിപ്പോൾ കാൽക്കുലേഷൻ മാത്രമാണ് ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെ പ്ലോട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ കാൽക്കുലേഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ എവിടെ പോയിട്ടാണ് ചെയ്യുന്നത്? ക്ലാസ്സിൽ പോയിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓഫീസിൽ പോയിട്ടാണ് നമ്മൾ ചെയ്യുക. പക്ഷേ പ്ലെയിൻ ടേബിൾ സർവേയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് രണ്ടും ഒരേ സമയം ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്കിതിൻ്റെ പ്ലോട്ടിങ് സെയിം ടൈം ആ ഫീൽഡിൽ വെച്ച് തന്നെ കറക്റ്റ് മെഷർമെൻറ്റിൽ പ്ലോട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് പ്ലെയിൻ ടേബിൾ സർവേയുടെ പ്രത്യേകതയാണ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡാറ്റകൾ മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്പോട്ടിൽ തന്നെ അത് തിരുത്തി അത് കറക്റ്റ് മെഷർമെൻറ്റിൽ നമുക്കത് വരയ്ക്കാനും കാൽക്കുലേഷൻസ് നടത്താനും സാധിക്കും എന്നുള്ളത് അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ ഈ പ്ലെയിൻ ടേബിൾ സർവേയിൽ പ്ലെയിൻ ടേബിൾ സർവേനെ നമ്മൾ മറ്റൊരു പേരും കൂടി നമ്മൾ പറയുന്നുണ്ട്. അതായത് ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സർവേ. അത് നമുക്ക് ആ സെയിം ടൈം അതിൻ്റെ ഡ്രോയിങ്ങും കൂടി കംപ്ലീറ്റ് ആവുന്നത് കൊണ്ടാണ് നമ്മളതിനെ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സർവേ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലെയിൻ ടേബിൾ സർവേനെ നമ്മൾ മറ്റൊരു പേരും കൂടി അറിയപ്പെടുന്നുണ്ട്, ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സർവേയിങ് എന്ന പേരിൽ. ഇനി നമുക്കിതിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പ്ലെയിൻ ടേബിൾ സർവേ, ഇപ്പോൾ നമ്മൾ സാധാരണ ചെയിൻ സർവേയിൽ നമ്മൾ എന്താണോ ചെയ്തത്, ഏരിയ കാൽക്കുലേഷൻ, ക്രോസ് സ്റ്റാഫ് സർവേ, അതുപോലെ തന്നെ ട്രയാങ്കുലേഷൻ സർവേ, ഇതൊക്കെയാണ് നമ്മൾ ചെയ്തത്. അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. അതായത് ഏരിയ കാൽക്കുലേഷൻ നടത്തുന്നതിനാണ് നമ്മൾ പ്ലെയിൻ ടേബിൾ സർവേ ഉപയോഗിക്കുന്നത്. അതിന് മാത്രമല്ല, നമ്മൾക്കിപ്പോൾ ഒരു ഇന്നാക്സസിബിൾ ആയിട്ടുള്ളൊരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിലും പ്ലെയിൻ ടേബിൾ സർവേ വെച്ചിട്ട് നമുക്ക് അത് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പ്ലെയിൻ ടേബിൾ സർവേ എന്താണെന്ന് പറഞ്ഞു. നമുക്ക് എന്താണ് ഫീൽഡ് വർക്കും ഓഫീസ് വർക്കും ഒരേ സമയം ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സർവേയാണ് പ്ലെയിൻ ടേബിൾ സർവേ. അതായത് നമുക്ക് ഫീൽഡിൽ വെച്ച് തന്നെ അതിൻ്റെ പ്ലോട്ടിങ്ങും ഒരേ സമയം ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെന്താ, അപ്പോൾ ഇത്രയാണ് അത്. പിന്നെ അതിൻ്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സർവേയിങ് എന്നൊരു പേരും കൂടി നമ്മളതിനെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് പ്ലെയിൻ ടേബിൾ സർവേയിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സാധാരണ ഇപ്പം നമുക്ക് ചെയിൻ സർവേയിൽ കുറച്ചധികം ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് അല്ലേ. ചെയിൻ ഉണ്ട്, എയറോ ഉണ്ട്, ക്രോസ് സ്റ്റാഫ്, ടേപ്പ്, റേഞ്ചിങ് റോഡ്, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോമ്പസിലും നമുക്ക് പ്രിസ്മാറ്റിക് കോമ്പസ്, ട്രൈപോഡ്, പെഗ്, ഹാമർ, റേഞ്ചിങ് റോഡ്, ഇതെല്ലാം. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റുകളാണ് റേഞ്ചിങ് റോഡ്, പെഗ്, ഹാമർ ഇങ്ങനെ പറയുന്നത്. അതല്ലാതെ അതായത് കോമൺ ആയിട്ട് വരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലാതെ പ്ലെയിൻ ടേബിൾ സർവേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ ഇൻസ്ട്രുമെൻസുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. പ്ലെയിൻ ടേബിൾ സർവേക്ക് മാത്രം യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെൻസുകൾ, അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അതിലെ ഒന്നാമത്തെയാണ് പ്ലെയിൻ ടേബിൾ
ട്രൈപോഡ്, ആലിഡൈഡ്, അങ്ങനെ 3 ഇൻസ്ട്രുമെൻറ്റ്. പ്ലെയിൻ ടേബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഈ ടേബിളാണ്. അത് വുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതായത് സീസണിങ് നടത്തിയ വുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സീസണിങ് എന്താ എന്ന് പറഞ്ഞറിയോ? അതായത് നമുക്കൊരു മരത്തിൽ എപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു മോയ്സ്ചറസ് ഉണ്ടായിരിക്കും അല്ലേ, അതായത് ഈർപ്പം ഉണ്ടായിരിക്കും. മോയ്സ്ചർ കണ്ടൻറ്റ് എപ്പോഴും ഒരു വുഡിലുണ്ടായിരിക്കും. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയുക, പ്രൊഡക്റ്റാക്കി മാറ്റുമ്പോൾ അതിൽ ആ ഈർപ്പത്തിൻ്റെ അംശം കളയാതെ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡീക്കേ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്, അത് കേടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മളതിലെ മോയ്സ്ചർ കണ്ടൻറ്റ് കളയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സീസണിങ് എന്ന് പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. ടിമ്പർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഞാൻ ജസ്റ്റ് അത് എന്താണെന്ന് പറയുന്നുള്ളൂ. അപ്പോൾ സീസണിങ് നടത്തിയ വുഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ എന്തുണ്ടാക്കുന്നത്, ഈ പ്ലെയിൻ ടേബിൾ സർവേക്ക് ഉപയോഗിക്കുന്ന ടേബിൾ നമ്മൾ നിർമ്മിക്കുന്നത്. പിന്നെ ആ ടേബിൾ ഇപ്പോൾ എന്തായാലും നമുക്കത് വായുവിൽ വെക്കാനായിട്ട് പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം, അതിനൊരു ട്രൈപോഡ് വേണം. അപ്പോൾ നമ്മൾ ആ ട്രൈപോഡിൻ്റെ മുകളിൽ ഈ പ്ലെയിൻ ടേബിൾ നമ്മൾ ഫിക്സ് ചെയ്യാണ്. അപ്പോൾ ട്രൈപോഡിൻ്റെ മുകളിൽ നമ്മൾ ഫിക്സ് ചെയ്തു, പ്ലെയിൻ ടേബിൾ ഫിക്സ് ചെയ്തു. ഇനി അപ്പോൾ പ്ലെയിൻ ടേബിൾ, ട്രൈപോഡ്. ഇനി അടുത്ത ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് അതിൽ എഴുതിയിട്ടുണ്ട്, ആലിഡൈഡ് എന്നാണ്. ഇതുവരെ നിങ്ങൾ കേൾക്കാത്ത ഒരു പേരായിരിക്കും ഈ ആലിഡൈഡ് എന്ന് പറയുന്നത്. ആലിഡൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ഒരു സ്കെയിൽ പോലെ ഒരു ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഒരു സ്കെയിൽ പോലെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഇപ്പോൾ ഈ ചിത്രത്തിൽ കണ്ടോ, ഇങ്ങനെ ഈ സ്കെയിൽ പോലെ കാണുന്ന ഈ ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ ആലിഡൈഡ് എന്ന് പറയുന്നത്. ഈ പ്ലെയിൻ ടേബിൾ സർവേയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണത്. കാരണം നമ്മളൊരു ഒബ്ജക്റ്റിനെ ബൈസെക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് വരയ്ക്കാനും വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ആലിഡൈഡാണ്. 2 ഉപയോഗങ്ങളുണ്ട് ആലിഡൈഡിന്. ഒന്ന്, ഒബ്ജക്റ്റിനെ ബൈസെക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ റേ വരയ്ക്കാനും ലൈനുകൾ വരയ്ക്കാനും നമ്മൾ ആലിഡൈഡ് ഉപയോഗിക്കുന്നു. ഈ ആലിഡൈഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രാസ് കൊണ്ടാണ്. ഇതിനൊരു 50 മീറ്റർ വരെ ലെങ്ത്ത് നമുക്ക് അതിൽ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആലിഡൈഡിൽ 50 മീറ്റർ വരെ ലെങ്ത്ത് നമുക്കതിൽ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആലിഡൈഡ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് ബ്രാസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഏകദേശം 50 മീറ്റർ ലെങ്ത്ത് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്, ഒബ്ജക്റ്റിനെ ബൈസെക്റ്റ് ചെയ്യാനും റേസ് വരയ്ക്കാനും നമ്മൾ ആലിഡൈഡ് ഉപയോഗിക്കുന്നു. ഓക്കെ, അടുത്തത് ആണ് ട്രൂ കോമ്പസ്. ഞാൻ മുമ്പ് പ്രിസ്മാറ്റിക് കോമ്പസിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ ഈ ട്രൂ കോമ്പസിനെ കുറിച്ച് ജസ്റ്റ് നിങ്ങളോടൊന്ന് സൂചിപ്പിച്ചിരുന്നു. അതായത് ട്രൂ കോമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചിത്രത്തിൽ ഉണ്ട്, നമ്മളത് മാഗ്നറ്റിക് നോർത്ത് മാർക്ക് ചെയ്യാനായിട്ട് ഈ കാണുന്നതാണ് ആ ഇൻസ്ട്രുമെൻ്റ്. അതിൻ്റെ നടുക്കിലൊരു നീഡിലുണ്ട്. ഈ നീഡിൽ 0 സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മാഗ്നറ്റിക് നോർത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ട്രൂ കോമ്പസ് ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ സൈറ്റ് പ്ലാനുകളൊക്കെ വരയ്ക്കുന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾ ഏത് പ്ലാൻ വരച്ചാലും നമ്മളതിൻ്റെ സൈഡിൽ മാർക്ക് ചെയ്യും, നോർത്ത് മാർക്ക് ചെയ്യും. നോർത്തിൻ്റെ ഡയറക്ഷൻ നമ്മൾ കാണിക്കും. കാണിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് എന്തെന്ന് പറയുന്നത്, ട്രൂ കോമ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രൂ കോമ്പസ് ഉപയോഗിച്ച് നമ്മൾ ആ ടേബിളിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് ഒട്ടിക്കും. ആ ഷീറ്റിൻ്റെ മുകളിലാണ് നമ്മൾ നമ്മുടെ സർവേ നമ്മൾ നടത്തുന്നത്. അപ്പോൾ ആ സമയത്ത് ആ ഷീറ്റിൽ നമ്മുടെ നോർത്ത് നമ്മൾ മാർക്ക് ചെയ്യും. ഇനി ഈ നോർത്ത് മാർക്ക് ചെയ്യുമ്പോൾ ഷീറ്റിൻ്റെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാർക്ക് ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ നമ്മുടെ റൈറ്റ് സൈഡിലെ ടോപ്പ് കോർണറിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്, നോർത്ത് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ റൈറ്റ് സൈഡിൽ ടോപ്പ് കോർണറിലാണ് നമ്മൾ നോർത്ത് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോർത്ത് മാർക്ക് ചെയ്യാനായിട്ട് നോർത്ത് മാർക്ക് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഓറിയൻറ്റേഷൻ എന്നാണ് പറയുക. ഓറിയൻറ്റേഷൻ നടത്തുക എന്നാണ് പറയുക നോർത്ത് മാർക്ക് ചെയ്യുന്നതിന്. അപ്പോൾ ആ നോർത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് ട്രൂ കോമ്പസ് എന്ന് പറയുന്നത്. അടുത്താണ് സ്പിരിറ്റ് ലെവൽ എന്ന് പറയുന്നത്. സ്പിരിറ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം, ഇപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ നമുക്ക് കറക്റ്റ് ലെവലിൽ വെച്ചില്ലെങ്കിൽ, ആ ബോർഡ് കറക്റ്റ് ലെവലായിരുന്നില്ലെങ്കിൽ നമുക്ക് നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്ങും നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ്സുകളും വരയ്ക്കുന്നതും എല്ലാം തെറ്റിപ്പോവും അല്ലേ. കറക്റ്റായിട്ടുള്ളൊരു മെഷർമെൻറ്റ് നമുക്ക് കിട്ടില്ല, ആക്യുറസി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ ബോർഡ് ലെവൽ ചെയ്യണം. ആ ലെവൽ ചെയ്യുന്ന പ്രോസസ്സ്, ലെവൽ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് പറയുന്നത് സ്പിരിറ്റ് ലെവൽ എന്ന് പറയുന്നത്. അടുത്താണ് യു ഫോർക്ക് വിത്ത് പ്ലംബ് ബോബ്. ഇതിനെ നമ്മൾ യു ഫോർക്ക് വിത്ത് പ്ലംബ് ബോബിനെ യു ഫ്രെയിം വിത്ത് പ്ലംബ് ബോബ് എന്ന പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. ഈ യു ഫ്രെയിം വിത്ത് പ്ലംബ് ബോബ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സെൻറ്ററിങ് നടത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ
സെൻറ്റർ നമുക്ക് ഷീറ്റിലേക്ക് കൊണ്ടുവരുന്നതിനും ഷീറ്റിൻ്റെ സെൻറ്റർ ഇൻസ്ട്രുമെൻറ്റിലേക്ക് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഈ യു ഫ്രെയിം വിത്ത് പ്ലംബ് ബോബ് നമ്മൾ ഉപയോഗിക്കുന്നു. എന്താ പറഞ്ഞത്? ഒരു സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യു ഫ്രെയിം വിത്ത് പ്ലംബ് ബോബ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാം, ഈ യു ഫ്രെയിം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കണ കാണാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഷീറ്റിലെ പോയിൻറ്റിനെ ഗ്രൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യാം, ഗ്രൗണ്ടിലെ പോയിൻറ്റിനെ ഷീറ്റിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ്, സെൻറ്ററിങ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് യു ഫോർക്ക് അല്ലെങ്കിൽ യു ഫ്രെയിം വിത്ത് പ്ലംബ് ബോബ്. അടുത്താണ് വാട്ടർ പ്രൂഫ് കവർ വേണമെന്ന് പറയുന്നു. മഴ വരുമ്പോൾ നമുക്ക് നനയാനായിട്ട് പാടില്ല. പിന്നെ ഡ്രോയിങ് പേപ്പർ വേണം, വരയ്ക്കാനായിട്ട് ഷീറ്റ് വേണം. പിന്നെന്ന് ഉദ്ദേശിക്കുമ്പോൾ പിന്ന് അല്ലെങ്കിൽ സെല്ലോ ടൈപ്പാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ടേബിളിൻ്റെ മുകളിൽ ഷീറ്റ് വെച്ചിട്ട് നമ്മളത് ഒട്ടിച്ച് വെക്കും, കാരണം അല്ലെങ്കിൽ പിൻ ചെയ്ത് വെക്കും. അല്ലെങ്കിൽ നമ്മളത് വരയ്ക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. പിന്നെ ഡ്രോയിങ് അസസറീസ്, നമുക്ക് വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പെൻസിൽ, റബ്ബർ, അങ്ങനെയുള്ള അസസറീസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത്രയാണ് നമുക്കൊരു പ്ലെയിൻ ടേബിൾ സർവേയിൽ മെയിനായിട്ട് വരുന്ന ഇൻസ്ട്രുമെൻറ്റുകൾ. എന്തൊക്കെയാണ്? പ്ലെയിൻ ടേബിൾ വിത്ത് ട്രൈപോഡ് വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ആലിഡേഡ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒബ്ജക്റ്റിനെ ബൈസെക്റ്റ് ചെയ്യാനും ലൈനുകൾ വരയ്ക്കാനും ആലിഡേഡ് ഉപയോഗിക്കുന്നു. അത് ബ്രാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് 50 മീറ്റർ ലെങ്ത്ത് നമുക്കതിൽ വരയ്ക്കാൻ പറ്റും. പിന്നെ വരുന്നതാണ് ട്രൂ കോമ്പസ്. ഓറിയൻറ്റേഷൻ നടത്താൻ വേണ്ടി നമ്മൾ ട്രൂ കോമ്പസ് ഉപയോഗിക്കുന്നു. ഓറിയൻറ്റേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ നോർത്ത് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സ്പിരിറ്റ് ലെവൽ നമ്മൾ ബോർഡ് ലെവൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ്. യു ഫോർക്ക് വിത്ത് പ്ലംബ് പോകുന്നത് സെൻറ്ററിങ് നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും ഇൻസ്ട്രുമെൻറ്റ്സ്. പിന്നെ നമുക്ക് പെഗ്, ഹാമർ, ഇതെല്ലാം ആവശ്യമാണ് കേട്ടോ. പെഗ്, ഹാമർ, ടേപ്പ്, റേഞ്ചിങ് റോഡ്, ഇതെല്ലാം ആവശ്യമാണ്. പക്ഷെ നമ്മളത് കോമൺ ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ടാണ് ഇതിൽ നമ്മളത് കൊടുക്കാതിരുന്നത്. അതിൽ നിന്ന് എക്സ്ട്രാ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഇൻസ്ട്രുമെൻറ്റ്സുകളാണ് നമുക്ക് ആവശ്യം ഉള്ളത്. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഡ്രോയിങ് ബോർഡ്, അത് പ്ലെയിൻ ടേബിൾ എങ്ങനെ വെക്കുന്നു, ട്രൈപോഡ്, അതുപോലെ ആലിഡേഡ് സിമ്പിൾ ആലിഡേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഡിജിറ്റൽ ആലിഡേഡും ഉണ്ട്. പിന്നെ ട്രൂ കോമ്പസ് ഇതേ കൊടുത്ത് ഈ കാണുന്നതാണ്. ഈ നീഡിൽ നമ്മൾ കറക്റ്റ് സെൻറ്ററിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ നോർത്ത് മാർക്ക് ചെയ്യുന്നത്. പിന്നെ സ്പിരിറ്റ് ലെവൽ, ഇതിൽ കാണുന്ന ഈ ബബിളിനെ നമ്മൾ എന്ത് ചെയ്യും? സെൻറ്ററിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ബോർഡ് ലെവൽ ചെയ്യുന്നത്. അത് ലെവൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോർഡിൻ്റെ 4 സൈഡിലും ഈ സ്പിരിറ്റ് ലെവൽ റൈറ്റ് ആംഗിളാക്കി വെച്ചിട്ടാണ് നമ്മൾ ബോർഡ് ലെവൽ ചെയ്യുന്നത്. പിന്നെ യു ഫ്രെയിം വിത്ത് പ്ലംബ് ബോബ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ നമ്മളതിനെ സെൻറ്ററിങ് നടത്താൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളതാണ്, ഇതിൻ്റെ മെയിനായിട്ട് വരുന്നതാണ് ഇതിൻ്റെ മെത്തേഡുകൾ. നമ്മൾ ചെയ്യുന്ന സർവേയുടെ ഈ ഇത് ചെയ്യുന്നതിൻ്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് മെയിനായിട്ട് പിന്നെ വരുന്നത്. ഇത് സാധാരണ എക്സാമിന് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേ. പ്ലെയിൻ ടേബിൾ സർവേക്ക് നമ്മൾ എന്തെല്ലാം ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം? ഇപ്പോൾ ഞാൻ കോമ്പസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, കോമ്പസിനെ ലെവലിംഗ് ചെയ്യണം, സെൻറ്ററിങ് നടത്തണം, ഫോക്കസിങ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. കോമ്പസിൻ്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് അതായിരുന്നു. എന്തൊക്കെയായിരുന്നു? സെൻറ്ററിങ്ങും അതുപോലെ ലെവലിങ്ങും ഫോക്കസിങ്ങും. നമുക്കതുപോലെ തന്നെയാണ് പ്ലെയിൻ ടേബിളിലും വരുന്നതാണ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേ. അതായത് നമ്മളൊരു സർവേ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആ ബോർഡിനെ നമ്മൾ കറക്റ്റായിട്ട് സെൻറ്ററിങ് നടത്തണം, അതുപോലെ തന്നെ ലെവലിങ് നടത്തണം, അതുപോലെ തന്നെ ഓറിയൻറ്റേഷൻ നടത്തണം, നോർത്ത് മാർക്ക് ചെയ്യണം. ഈ 3 പ്രോസസ്സാണ് നമുക്ക് എന്തിൽ വരുന്നത്? ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാം, ലെവലിങ്, സെൻറ്ററിങ്, ഓറിയൻറ്റേഷൻ. ഈ 3 പ്രോസസ്സാണ് നമുക്ക് എന്തിൽ വരുന്നത്? ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് തിയോഡലൈറ്റിൽ വരുന്നത്. അപ്പോൾ ഞാനിതൊക്കെ നേരത്തെ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതാണ്, എങ്കിലും നമുക്കത് പറയാം. അപ്പോൾ ലെവലിംഗ് എന്ന് പറഞ്ഞ് ലെവലിംഗ് ആൻഡ് സെൻറ്ററിങ്. ലെവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സ്പിരിറ്റ് നമ്മൾ നിങ്ങളിതിൻ്റെ നോട്ട് എഴുതുന്ന സമയത്ത് ഇങ്ങനെ തന്നെ എഴുതുക. അതായത് ലെവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് ബോർഡുകൾ ലെവൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലെവലിംഗ് എന്ന് പറയുന്നത്. അത് ലെവൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എഴുതുക. നമ്മൾ ആ ബോർഡിൻ്റെ 4 സൈഡിലും റൈറ്റ് ആംഗിളായിട്ട് സ്പിരിറ്റ് ലെവൽ വെച്ച് ബബിൾസിനെ സെൻറ്ററിലാക്കി
ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലെവലിംഗ് എന്ന് പറയുന്നത്. എല്ലാ ബബിളും കറക്റ്റ് സെൻട്രലായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബബിൾ ഇൻസ്ട്രുമെൻ്റ് ലെവലിംഗ് ആയെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഇതെങ്ങനെയാണ് ബബിളിനെ സെൻട്രലാക്കുന്നത് എന്ന് വിചാരിക്കാം. നമുക്ക് ഈ ട്രൈപോഡിന് 3 ലെഗുകളാണുള്ളത്. ഈ ലെഗുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബബിളിനെ, അതായത് ഈ സ്പിരിറ്റ് ലെവലിൻ്റെ അകത്തുള്ള ബബിളിനെ നമ്മൾ സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ലെഗുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. അതിൽ ഒരു ലെഗ് എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് പിടിക്കണം, 2 ലെഗുകൾ. എന്നിട്ട് ഒരു ലെഗ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റോ റൈറ്റോ അല്ലെങ്കിൽ ടോപ്പിലേക്കോ ബോട്ടത്തിലേക്കോ മൂവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻസ്ട്രുമെൻ്റ് ലെവൽ ചെയ്യേണ്ടത്. ഞാൻ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് പറഞ്ഞു തരാം. അപ്പോൾ ലെവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് ലെവൽ ചെയ്യുന്ന പ്രോസസ്സാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് സ്പിരിറ്റ് ലെവൽ എന്ന് പറയുന്നത്. അടുത്താണ് സെൻറ്ററിങ് എന്ന് പറയുന്നത്. സെൻറ്ററിങ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻറ്റർ കാണുന്നതിന്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻറ്റർ ഉണ്ട്, ഷീറ്റിൻ്റെ സെൻറ്റർ ഉണ്ട്. നമുക്ക് 2 രീതിയിലും ഇതിൻ്റെ ഒരു ഉപയോഗം വരുന്നുണ്ട്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ മനസ്സിലാവും. അതായത് ഷീറ്റിലെ സെൻറ്ററിനെ നമുക്ക് ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട്, ഗ്രൗണ്ടിലെ പോയിൻറ്റിനെ നമുക്ക് ഷീറ്റിലേക്കും ട്രാൻസ്ഫർ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അത് രണ്ടും സെൻറ്ററിങ് തന്നെയാണ്. അപ്പോൾ ആ സെൻറ്ററിങ് നടത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, അതായത് സെൻറ്റർ മാർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെൻറ്ററിങ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് യു ഫ്രെയിം വിത്ത് അല്ലെങ്കിൽ യു ഫോർക്ക് വിത്ത് പ്ലംബ് ബോബ് എന്ന് പറയുന്നത്. അടുത്താണ് ഓറിയൻറ്റേഷൻ. നമ്മുടെ ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നോർത്ത് മാർക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഓറിയൻറ്റേഷൻ 2 രീതിയിലുണ്ട്. ഒന്നാമത് പറയുന്നതാണ് എന്ത്, ഓറിയൻറ്റേഷൻ ബൈ മാഗ്നറ്റിക് നീഡിൽ, അതായത് ട്രൂ കോമ്പസ് ഉപയോഗിച്ചിട്ട് നടത്തുന്ന ഓറിയൻറ്റേഷൻ. രണ്ടാമത് പറയുന്നതാണ് ഓറിയൻറ്റേഷൻ ബൈ ബാക്ക് സൈറ്റിംഗ്, അതായത് ബാക്ക് സൈറ്റിങ്ങിലൂടെ ഓറിയൻറ്റേഷൻ നടത്തും. അതെങ്ങനെയാണെന്നുള്ളത് പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം. ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. എന്ത്, 2 രീതിയിൽ നമുക്ക് നോർത്ത് മാർക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ട്രൂ കോമ്പസ് ഉപയോഗിച്ചിട്ടും മറ്റൊന്ന് ബാക്ക് സൈറ്റിങ്ങിലൂടെയും നമുക്ക് ഓറിയൻറ്റേഷൻ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേയുടെ 3 പ്രോസസ്സുകളാണ് എന്ത്, ലെവലിംഗ്, സെൻറ്ററിങ്, ഓറിയൻറ്റേഷൻ. ഓറിയൻറ്റേഷനെ വീണ്ടും നമ്മൾ 2ആയി തിരിച്ചിട്ടുണ്ട്. എന്ത്, ഓറിയൻറ്റേഷൻ ബൈ മാഗ്നറ്റിക് നീഡിൽ, ബ്രാക്കറ്റിൽ ട്രൂ കോമ്പസ് എന്ന് എഴുതാം. അതുപോലെ തന്നെ ഓറിയൻറ്റേഷൻ ബൈ ബാക്ക് സൈറ്റിംഗ്. ഈ 2 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓറിയൻറ്റേഷൻ നടത്തുന്നുണ്ട്. അടുത്താണ് മെത്തേഡ് ഓഫ് പ്ലെയിൻ ടേബിളിംഗ്. നമുക്ക് പ്ലെയിൻ ടേബിളിംഗ് ചെയ്യുന്ന അതിൻ്റെ മെത്തേഡുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ്, എക്സ്പെരിമെൻറ്റുകളാണ് നമ്മൾ ഈ പ്ലെയിൻ ടേബിൾ ഉപയോഗിച്ച് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആകെ 2 മെത്തേഡുകളാണ് നമ്മൾ പ്ലെയിൻ ടേബിൾ സർവേയിൽ ചെയ്യുന്നത്. അതിലൊന്നാമത്തെയാണ് റേഡിയേഷൻ മെത്തേഡ്, രണ്ടാമത്തെയാണ് ഇൻ്റർസെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ റേഡിയേഷൻ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏരിയ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇൻ്റർസെക്ഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്നാക്സസിബിൾ ആയിട്ടുള്ള ഒരു ലൈനിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 മെത്തേഡുകളാണ് നമുക്ക്, ഈ എക്സ്പെരിമെൻറ്റുകളാണ് നമുക്ക് പ്ലെയിൻ ടേബിൾ സർവേയിൽ ചെയ്യാനുള്ളത്. അത് ഞാൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് 2 മെത്തേഡുകളാണ് നമ്മൾ പഠിക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഏതൊക്കെ മെത്തേഡുകളാണ് നമ്മൾ പഠിക്കുന്നത്, റേഡിയേഷൻ മെത്തേഡും ഇൻ്റർസെക്ഷൻ മെത്തേഡും. അതിൽ റേഡിയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഏരിയ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്. ഇൻ്റർസെക്ഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, നമ്മുടെ ഡിസ്റ്റൻസ്, ഇന്നാക്സസിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പ്ലെയിൻ ടേബിൾ സർവേയിൽ പഠിക്കാനുള്ള മെയിനായിട്ട് വരുന്ന തിയറി. ഇപ്പോൾ ഈ റേഡിയേഷൻ മെത്തേഡിൻ്റെ ഒരു പിക്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഇൻ്റർസെക്ഷൻ്റെയും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത് പ്രാക്ടിക്കൽ ചെയ്തതിന് ശേഷം ഞാനത് ആ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് പ്ലെയിൻ ടേബിൾ സർവേയിൽ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു 2-3-4 ക്വസ്റ്റ്യൻസുകളാണ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത് പ്ലെയിൻ ടേബിളിൻ്റെ അസസറീസ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട്, ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു 5 ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ആരിഡേഡ്, അതുപോലെ ട്രൂ കോമ്പസ്, സ്പിരിറ്റ് ലെവൽ, യു ഫ്രെയിം വിത്ത് പ്ലംബ് ബോബ്, പ്ലെയിൻ ടേബിൾ വിത്ത് ട്രൈപോഡ്, ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ വരാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേ, നമ്മുടെ ലെവലിംഗ്, സെൻറ്ററിങ്, ഓറിയൻറ്റേഷൻ. പിന്നെ വരുന്നതാണ് നമുക്ക് ഈ 2 മെത്തേഡുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, റേഡിയേഷൻ മെത്തേഡും അതുപോലെ തന്നെ ഇൻ്റർസെക്ഷൻ മെത്തേഡുകളും എങ്ങനെയാണ്, അതിൻ്റെ വർക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ നമുക്കത് പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ ജസ്റ്റ് നിങ്ങളിതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ ഈ അസസറീസിനെ കുറിച്ചൊക്കെ വൈവേയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ എന്ത് ഇൻസ്ട്രുമെൻ്റ് ഏതിനാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അത് കൂടുതലും നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെക്കുറിച്ചിട്ട് ആലോചിച്ച്
ഇതിപ്പോൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ ആവണ്ട. നമുക്കത് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ഓഫ്ലൈൻ ക്ലാസ്സിന് വരുമ്പോൾ ക്ലിയർ ആക്കി തരാം. ഓക്കെ, താങ്ക് യു.